ഹായ് ഓൾ എല്ലാവർക്കും ചിച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോഫ്റ്റായിട്ട് ഇഡലി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനെപ്പോൾ ഇഡലി ഉണ്ടാക്കിയാലും സോഫ്റ്റായി കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉഴുന്നാണല്ലോ വേണ്ടത്. ഇഡ്ഡലിക്ക് എപ്പോഴും ഉഴുന്നാണല്ലോ വേണ്ടത്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ഈ ഉഴുന്ന് കഴുകുമ്പോൾ നമ്മളാദ്യം അധികം വെള്ളത്തിൽ കഴുകാതെ ശ്രദ്ധിക്കുക. അതിൻ്റെ ആ ഒരു പശപ്പുണ്ടല്ലോ അത് നമുക്ക് എന്തായാലും ഇതിന് വേണം. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 2 ഗ്ലാസ്സോളം പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു അര ഗ്ലാസ്സോളം നമ്മൾ ചോറൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരിയില്ലേ, ചാക്കരി, അപ്പോൾ പുഴുങ്ങലരി, അത് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉഴുന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഈ ഒരു അളവിൽ പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അരിയിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ ഉഴുന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പും കൂടി ഇട്ട് കാരണം ഒന്നും കൂടി കഴുകി ആ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് നല്ല വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ച് വെക്കണം. ശേഷം ഞാനിത് വെക്കുന്നത് ഫ്രീസറിലേക്കാണ് കേട്ടോ. ഫ്രീസറിലേക്കല്ല, ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത്. ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 2 മണി നേരത്താണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4-4.5 മണിക്കൂറെങ്കിലും നമുക്കിത് വെള്ളത്തിൽ കിടക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ ഉഴുന്ന് മാത്രം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതിയാവും. പിന്നെ നമുക്ക് ഇതേപോലെ പച്ചരിയും നല്ല രീതിക്കൊന്ന് തന്നെ ഒന്ന് കഴുകിയെടുക്കണം. പച്ചരി നമുക്കൊരു 3-4 പ്രാവശ്യമായിട്ട് നല്ലോണം വെള്ളത്തിൽ കഴുകിയെടുക്കാം. ചില പച്ചരിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ അഴുക്ക് അല്ലെങ്കിൽ കല്ലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ പച്ചരി നമുക്ക് കഴുകിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണം. അപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂറോളം കുറഞ്ഞത് നമ്മളിത് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏകദേശം രാത്രിയാണ് അരയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉഴുന്നൊക്കെ നല്ലോണം വെള്ളത്തിൽ കിടന്നൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളം കളയണ്ട. നമ്മൾ ആ ഉഴുന്ന് കിടന്ന ആ ഒരു ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കാരണം ആ ഒരു തണുപ്പൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല രീതിക്കൊന്ന് അടിച്ച് കിട്ടണം. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ട് ഇടാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെ ഞാനത് ഇട്ട് അരച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ മാവ് ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നിൻ്റെ മാവ്, ഉഴുന്നും പരിപ്പും കൂടിയിട്ടുള്ള ആ ഒരു മാവ് നല്ല രീതിക്ക് തന്നെ ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഈ പച്ചരിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ പച്ചരിയും നമ്മൾ ആ ഉലുവയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതും നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുത്തത് കേട്ടോ. അപ്പോൾ പച്ചരിയും നല്ല രീതിക്ക് തന്നെ പൊങ്ങി നല്ല കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതും നല്ല രീതിക്കൊന്ന് അരച്ചെടുത്തിട്ട് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉഴുന്നരച്ച് വെച്ചാൽ അതേ ഇതിലേക്ക് തന്നെ ഇതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നല്ല രീതിക്ക് തന്നെ അരിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മൾ ഇഡ്ഡലിക്ക് എടുക്കുമ്പോൾ എപ്പോഴും ഒരു ചെറിയ തരിതരിപ്പോടുകൂടി അരച്ചെടുക്കുന്നതായിരിക്കും ഇഡ്ഡലിക്ക് സ്വാദ് കൂടാനായിട്ട് നല്ലത്. അപ്പോൾ ഞാൻ നല്ല മഷി പോലെ പച്ചരി അരച്ചെടുത്തിട്ടില്ല, നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ 2ാമത്തെ പ്രാവശ്യം ഞാൻ പച്ചരി അരച്ചെടുക്കുന്നതിലേക്ക് 1 കപ്പ് അളവിൽ ചോറ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോറ് ചേർക്കുന്നത് നമ്മുടെ ഇഡ്ഡലി മാവ് നല്ല രീതിക്ക് പൊങ്ങി വരാനായിട്ട് നല്ലതാണ്. ഞാനിതിലേക്ക് ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമ്മളിത് വേവിക്കാൻ എടുക്കുന്ന ടൈമിൽ നമുക്ക് ഉപ്പ് മാത്രം ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ചെറിയൊരു തരിതരി നമ്മുടെ ആ ഒരു മാവിലുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമുക്കിപ്പോൾ രാത്രിയാണ് അരച്ച് വയ്ക്കുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലത്തേക്ക് എടുക്കാനാണ്. അപ്പോൾ ഒരു ഏകദേശം 8-10 മണിക്കൂറെങ്കിലും നമുക്കിത് നല്ല രീതിയിൽ അടച്ച് വയ്ക്കണം. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. അപ്പോൾ പിറ്റേന്ന് രാവിലെ അപ്പോൾ നമ്മുടെ മാവ് നല്ല രീതിക്ക് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും നല്ല രീതിക്ക് തന്നെ നമുക്കിത് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് മാത്രമാണ്. അല്ലാണ്ട് ഞാൻ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ടും നല്ല രീതിക്ക് തന്നെ നമുക്കിത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്നെടുക്കാം. ഈ മാവ് തന്നെ ഉപയോഗിച്ച് നമുക്ക് ദോശയും ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ദോശയുടെ ആ ഒരു പരുവത്തിൽ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി തട്ടിലേക്ക് ആ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒഴിച്ച് വെച്ചതിന് ശേഷം ഇനി വീഡിയോ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ മാവ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 തട്ടിലും കൂടി ആയിട്ട് മാവ് ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം മതിയാവും നമുക്കിത് വെന്ത് കിട്ടാൻ.
അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇതാ നല്ല രീതിക്ക് തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് ഇഡ്ഡലിയും സാമ്പാറുമാണ്. കുട്ടികൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ഇവിടെ സാമ്പാർ മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഇത് സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഉറപ്പായിട്ടും നല്ല രീതിക്ക് തന്നെ നമുക്ക് നല്ല സോഫ്റ്റോട് കൂടിയിട്ട് ഇഡ്ഡലി കിട്ടും. അപ്പോൾ ഇന്ന് ഇവിടെ ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ.